ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു കോളേജിലേക്ക് കൂട്ടുകാരനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് MSM കോളേജ് കായംകുളമാണ്. ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് ഒരു NSSന്റെ വൺ ഡേ ക്യാമ്പിന് വേണ്ടി വിട്ടു. അങ്ങനെ അവിടെ ഇരുന്ന് രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയോ അകത്ത് കയറിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഉദ്ഘാടന സമ്മേളനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയുടെ പ്രസന്റേഷനും കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. കൂടെ 2 ബിസ്ക്കറ്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ചായക്കകത്ത് നമ്മളൊരു ബിസ്ക്കറ്റ് മുങ്ങിപ്പോയിട്ടോ. അതേ ബബിളൊക്കെ വരുന്നുണ്ട്. നേരെ തിരിച്ച് മീറ്റിംഗിലേക്ക് കയറാൻ പോയപ്പോഴത്തേക്ക് ഒരു പഴയ ക്യാമറ ആയിട്ട് നമ്മുടെ ബുദ്ധദേവ് വന്നു കേട്ടോ. പേര് കേട്ട് ആരും പേടിക്കണ്ട, ആള് പാവം. അങ്ങനെ ആ ക്യാമറയുടെ ചാർജ് ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത ക്ലാസ് ഒക്കെ തുടങ്ങി. എന്തായാലും നമുക്ക് കിട്ടിയ ക്ലാസ് എല്ലാം വളരെ നൈസ് ആയിരുന്നു കേട്ടോ. കോളേജിൽ പോലും ഒരു ക്ലാസ്സിൽ ഇവന് ഇത്രമാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 3 സെഷൻ ക്ലാസ് ആയിരുന്നു നമുക്ക് ടോട്ടലായിട്ടുള്ളത്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കാറ്റ് കൊള്ളാനായിട്ട് തീരും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ ഏതൊരെടുത്ത് നമ്മൾ അടൂരേക്ക് പോകും. ഏതൊരു പുതിയ ഷോറൂം നമ്മുടെ അടൂർ വന്നിട്ടുണ്ട്. അതിനായിട്ടാണ് നമ്മൾ അടൂരിലേക്ക് പോകുന്നത്. അതിന്റെ ഉദ്ഘാടനം നടത്തി നമ്മുടെ കൂട്ടുകാരൻ ഗോപിയായിട്ട്. പിന്നെ ആൾ അവിടെ നിന്ന് ഒരു പുതിയ വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി ഇതോ അവിടെ സേഫ്. അങ്ങനെ നമ്മുടെ ആളതേ വന്ന് ഇറങ്ങുന്നുണ്ട് ഉദ്ഘാടനത്തിനായിട്ട്. പിന്നൊട്ടും വൈകാതെ തന്നെ അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഇനി നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാനായിട്ടുള്ള ടൈം. അങ്ങനെ അവിടുന്ന് വണ്ടിയുടെ ഡെലിവറിയും കഴിഞ്ഞിട്ടാ നമ്മുടെ ഇരിക്കുന്ന ഏതിന്റെ റിസ്ക എന്ന് പറഞ്ഞ മോഡൽ തന്നെ അവനെ എടുത്തേക്കണം. പിന്നെ അവിടെ കയറി 2 വർത്താനം പറഞ്ഞിട്ട് ആളിറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വണ്ടി ഇതേ ചാർജ് ചെയ്യാനായിട്ട് കയറ്റി. ആ ചാർജ് ആവുന്ന ഗ്യാപ്പിൽ നമ്മൾ ഫുഡും കഴിച്ചത് അവരുടെ പാട്ടൊക്കെ കേട്ടിരിക്കട്ടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോൾ ദേ ഒടുക്കലത്തെ മഴ. കുറച്ചു നേരം അവിടെ പിടിച്ചെന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒറ്റ മൈൻഡിങ് ഇറങ്ങി. പിന്നൊന്നും നോക്കിയില്ല, മഴയെങ്കിൽ മഴ. വണ്ടി എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.